ഉത്സവം നല്ല രീതിക്ക് നടന്നു. നല്ല ടൈറ്റ് മത്സരേനു. നമുക്ക് കളിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ കളിച്ചു. കലയുടെ മാമാങ്കത്തിന് വടകരയിൽ അരങ്ങുണർന്നിരിക്കുകയാണ്. വടകര ഉപജില്ലാ സ്കൂൾ കലോത്സവം 4 ദിവസങ്ങളിലായി പുതുപ്പണം JNM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കലോത്സവം തുടങ്ങിയത്. ആദ്യ ദിനം രചനാ മത്സരങ്ങൾ പൂർത്തിയായി. രണ്ടാം ദിനം സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ കലോത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് പിറകിൽ കാണുന്ന ട്രോഫികൾ തന്നെയാണ്. ഒരാൾ പൊക്കത്തിലുള്ള ട്രോഫിയാണ് ഇത്തവണത്തെ കലോത്സവ വിജയികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും സമ്മാനമുണ്ട്, ട്രോഫിയുണ്ട്. അതിനൊപ്പം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പാസ് ഉണ്ട്. അത്തരത്തിൽ വിജയികൾക്ക് ഒരുപാട് സന്തോഷമാണ് ഇത്തവണ. കൂടാതെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് കലോത്സവം പുരോഗമിക്കുന്നത്. എല്ലായിടത്തും ഓല കൊണ്ടുണ്ടാക്കിയ വള്ളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ കലോത്സവം ഏറ്റവും ഭംഗിയായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എല്ലാ വേദികളും നിറഞ്ഞിരിക്കുകയാണ്. മത്സരാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെയായി. ഭക്ഷണശാല സജീവമാണ്, ട്രോഫി കമ്മിറ്റി സജീവമാണ്, പ്രോഗ്രാം കമ്മിറ്റി സജീവമാണ്, പബ്ലിസിറ്റി കമ്മിറ്റി സജീവമാണ്. മത്സരത്തിൻ്റെ ഫലങ്ങൾ തത്സമയം സ്ക്രീനിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ ഓരോരുത്തരും കാണുന്നത്. അപ്പോൾ കലോത്സവത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. വടകര ഉപജില്ലാ കലോത്സവം ഇന്നലെ ആരംഭിച്ചു. വടകര JNMൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. 3, 4, 5, 6 തീയതികളിലായിട്ടാണ് ഈ കലോത്സവം നടക്കുന്നത്. ഏകദേശം 6000-ഓളം കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് മാറ്റിറക്കുന്നുണ്ട്. നിങ്ങളിവിടെ സന്ദർശിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കണ്ണഞ്ചിപ്പിക്കുന്ന ട്രോഫി ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല ഭക്ഷണ കമ്മിറ്റി ഉണ്ട്. എല്ലാ പരിപാടികളും വളരെ നല്ല രൂപത്തിൽ ആസൂത്രണം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിപാടി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു KP അവർകളാണ്. അതുപോലെ തന്നെ മുഖ്യാതിഥിയായി പങ്കെടുത്തത് പ്രസിദ്ധ എഴുത്തുകാരി നിമ്ന വിജയാണ്. അങ്ങനെ ഈ സ്കൂൾ ഇത് ആഘോഷപൂർവ്വമായിട്ട് ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. വിവിധ കമ്മിറ്റികൾ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ പരിപാടി നടന്നു വരുന്നു. ഇത് കാണുവാനും ആസ്വദിക്കാനും മുഴുവൻ നാട്ടുകാരെയും ക്ഷണിക്കുകയാണ്. മാറി വലതു വെട്ടി ഇടമുകൾ പയറ്റി ഞങ്ങൾ നീങ്ങുന്നേ ഗുരുക്കളെ. മാറി വലതു വെട്ടി ഇടമുകൾ പയറ്റി ഞങ്ങൾ നീങ്ങുന്നേ ഗുരുക്കളെ. വെട്ടലും തടിക്കലും തട്ടി മാറലും ഗോതിരം മറിഞ്ഞിടലും ചാടിക്കലും. അപ്പോൾ നമ്മുടെ കലോത്സവത്തിൻ്റെ 2ാം ദിവസമാണ്. ഇന്നലെ രചനാ മത്സരങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രയാസവും വരാതെ. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള PTA കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ നാട് മുഴുവൻ ഈ കലോത്സവത്തെ നെഞ്ചിലേറ്റുന്ന ഒരു ചിത്രമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെയുള്ള 10ഓളം വേദികൾ സന്ദർശിച്ചപ്പോൾ ഒരു വേദിയിൽ ഒരു പ്രയാസമില്ലാത്ത തരത്തിൽ വളരെ നല്ല രീതിയിൽ ഈ കലോത്സവം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് അന്നേരം തന്നെ അറിയിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പ്രോഗ്രാം കമ്മിറ്റിയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള കമ്മിറ്റികളൊക്കെ വളരെ സാറ് പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തായാലും ഈ വർഷത്തെ ഒരു മേള അതിഗംഭീരമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ തെളിവാണ് നമ്മുടെ ട്രോഫിയും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കമ്മിറ്റികളും
തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ മാമാങ്കം വളരെ നല്ല രീതിയിൽ പിന്നെ നടത്താനുള്ള ഒരു ശ്രമത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഉത്സവം നല്ല രീതിക്ക് നടന്നു. നല്ല ടൈറ്റ് മത്സരേനു. നമുക്ക് കളിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ കളിച്ചു. ഞാൻ അറിയാതിരിക്കുകയാണ്. ഇത് റിസൾട്ട് കഴിഞ്ഞിട്ട് പോകുന്നു. ഇനിയുള്ള നാളെ അങ്ങനെ സെക്കൻഡറി സ്കൂളിൽ ഫസ്റ്റ് അടിച്ച് നല്ല സന്തോഷം. 3 ആളുണ്ടായിരുന്നു, അതിനെ ഫസ്റ്റ് അടിച്ച്. മത്സരിക്കാറുണ്ട്. കഴിഞ്ഞ 2 കൊല്ലമായി മത്സരിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞാലും കിട്ടിയില്ല, ഇക്കൊല്ലം കിട്ടി. ഞാൻ 4 കൊല്ലമായി പഠിക്കുന്ന ഗിറ്റാർ. മത്സരത്തിനായിട്ട് പഠിക്കുന്നില്ല, സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് യൂട്യൂബ് ക്ലാസ്സിനെ കണ്ട് പഠിക്കുന്നതാണ്. അങ്ങനെ വന്ന് കഴിഞ്ഞല്ലോ ഞാൻ മത്സരിച്ച് ഫസ്റ്റ് അടിച്ച്. പിന്നെ ഇക്കൊല്ലം ഒന്ന് മത്സരിച്ച്. ഏതൊരു കലോത്സവ കാഴ്ചയിലെയും ഏറ്റവും പ്രത്യേകതയുള്ള ഇടം എന്നത് ഭക്ഷണശാലയാണ്. അപ്പോൾ ഈ ഒരു കലോത്സവത്തിലെ ഭക്ഷണശാലയിലാണ് നമ്മളുള്ളത്. ഓരോ ദിവസവും ഏറ്റവും വിഭവസമൃദ്ധമായ ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് മത്സരാർത്ഥികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ദിവസം അതായത് ഇന്നലെ ചിക്കൻ ബിരിയാണി ആയിരുന്നു നൽകിയിട്ടുള്ളത്. ഇന്ന് 2ാം ദിവസം പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ നിരവധി ഐറ്റംസ് അടങ്ങിയ സദ്യയാണുള്ളത്. അപ്പോൾ ഈ ഒരു ഭക്ഷണശാലയിലെ തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആസ്വദിച്ച് ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണിത് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഇത്തവണ കലോത്സവം വളരെ മനോഹരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വടകര സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഭക്ഷണവേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 4 ദിവസമായിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് ഞങ്ങൾ ഈ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ നോൺ വെജ് വടകര സബ് ജില്ലാ കലോത്സവത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നോൺ വെജ് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് മക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 1500ഓളം കുട്ടികൾ ഇന്നലെ കുട്ടികളും രക്ഷിതാക്കളും ഇന്നലെ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇന്ന് വിഭവസമൃദ്ധമായ രീതിയിൽ പായസവും സാമ്പാറും അതുപോലെ തന്നെ മറ്റ് രുചിക്കൂട്ടുകളായിട്ടാണ് നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള കോഹിനൂർ സക്കീറിൻ്റെ ആണ് പാചകം. നാളെയും ഇതുപോലെ തന്നെ പായസവും സാമ്പാറും കറികളൊക്കെ കൊടുക്കുന്ന ഒരു സദ്യയാണുള്ളത്. 4ാമത്തെ ദിവസം ഞങ്ങൾ കുട്ടികളുടെ ഒരു എന്താ പറയുക ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ന്യൂജൻ ഭക്ഷണമായിട്ടുള്ള മന്തി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും 3000, 3500 എന്ന രീതിയിലാണ് ഇവിടെയുള്ള ഭക്ഷണം തയ്യാറാക്കി വരുന്നത്. ഏതാണ്ട് വളരെ ഈ ദിവസം വരെയുള്ള ഞങ്ങളുടെ ഒരുക്കങ്ങൾ വളരെ തൃപ്തികരമായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട്. ഈ കലോത്സവ വേദിയിൽ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ പാട്ടും വരെ എന്ന പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. പ്രശസ്ത സാഹിത്യകാരൻ സോമൻ കടലൂരാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ പാട്ട് എല്ലാ കലാ ആസ്വാദകർക്കും വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ സംഗീത വിരുന്നും ഈ വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്